ദൈവം മോശയോട് 2 വെള്ളിക്കാഹളങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. സംഗീതത്തിനല്ല, മുന്നറിയിപ്പുകൾക്കായിരുന്നു അത്. വ്യത്യസ്ത ശബ്ദങ്ങൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അർത്ഥമാക്കി. ഒന്നിച്ചു ചേരാൻ, യാത്ര തുടങ്ങാൻ, യുദ്ധത്തിന് തയ്യാറാകാൻ. ദൈവം ആശയക്കുഴപ്പത്തിൻ്റെ ദൈവമല്ല. അവൻ വ്യക്തമായ അടയാളങ്ങൾ നൽകുന്ന ദൈവമാണ്. കാഹളം മുഴങ്ങിയപ്പോൾ പാളയം നീങ്ങി, ക്രമത്തോടെ, ഗോത്രം ഗോത്രമായി. അവിടെ അവ്യവസ്ഥയില്ല, മുന്നോട്ട് ഓടലില്ല, പിന്നിൽ താമസിപ്പിക്കലുമില്ല. അതിനുശേഷം മേഘം ഉയർന്നു. അതുതന്നെയായിരുന്നു അടയാളം. സീനായിൽ 1 വർഷത്തിനു ശേഷം ഇസ്രയേൽ അവസാനം മുന്നോട്ട് നീങ്ങി. ഇതാണ് പാഠം. എല്ലാ നല്ല ആശയവും ദൈവത്തിൻ്റെ നീക്കമല്ല. ദിശയേക്കാൾ സമയം അത്ര തന്നെ പ്രധാനമാണ്. ചിലർ പെട്ടെന്ന് നീങ്ങും, ചിലർ ദൈവം പോ എന്ന് പറയുമ്പോഴും നിൽക്കും. അനുഗ്രഹം വരുന്നത് അടയാളത്തോടുള്ള അനുസരണത്തിലൂടെയാണ്. ദൈവം കാഹളം മുഴക്കുകയാണെങ്കിൽ വൈകരുത്. അവൻ നീങ്ങുമ്പോൾ നീങ്ങുക.